ഹലോ ഹായ്, ഞാൻ ദിനി ശ്രീനി. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ്. ഒരു നൊസ്റ്റാൾജിയ, ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയ ഡിഷാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇതിനു വേണ്ടി മാത്രം കൊതിച്ച് സ്കൂളിൽ പോയ ഒരു കാലമുണ്ട്. ഇത് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം പോയിട്ടുണ്ട്. മടിയാണെങ്കിലും അതിന് അപ്പൊ പറഞ്ഞു വരുമ്പോ ഉപ്പാവ് എന്നാണ് നമ്മൾ പറയാ. പലതരം ഉപ്പാവുണ്ടല്ലോ. അപ്പൊ ഗോതമ്പ് ഉപ്പാവ് മിക്കവാറും കിട്ടും. ഈ കമ്പപ്പൊടിയുടെ ഉപ്പുമാവ് കിട്ടുന്നത് ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ. ആ കമ്പപ്പൊടിയുടെ ഉപ്പാവിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അടുത്തുള്ള പിള്ളേരോട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരണോട്ടോടി എന്ന് വരെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ച ഒരു സാധനമാണ് ഈ ഉപ്പാവ്. അതായത് കമ്പപ്പൊടിയുടെ ഉപ്പുമാവ് കേട്ടോ. ഇത് ഞാൻ ഒരു 1.25 കപ്പ് കമ്പപ്പൊടിയുടെ പൊടി എടുത്തിട്ട് അതിനകത്ത് വെള്ളം നനച്ച് ആവിയേറ്റി വേവിച്ച് വെച്ചേക്കണതാണ്. അത് വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ചോദിച്ചിരുന്നതാണ്. അപ്പൊ തോന്നി ഒന്ന് ഇട്ടേക്കാന്ന്. അപ്പൊ നമുക്ക് ഈ ഉപ്പാവ് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് കുട്ടിയമ്മായിനെ ഓർക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അന്നദാതാവായിരുന്നു കുട്ടിയമ്മായി എന്ന് പറയുന്ന ആള് ഒരു പ്രായമായ അമ്മയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ കുട്ടിയമ്മായി എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നായിരുന്നത്. അപ്പൊ പുള്ളിക്കാറ്റിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നായിരുന്നത്. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തല്ല ഉണ്ടാക്കണം. ചെറിയ ചെറിയ സാധനങ്ങൾ സ്കൂളിലൊക്കെ അന്നത്തെ കാലത്ത് അറിയാലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വയറ് നിറച്ചുകൊണ്ടിരുന്ന ആളാണ് കുട്ടിയമ്മായി. കാതിലൊരു തോടയൊക്കെ ഇട്ട് ഒരു സെറ്റ് മുണ്ട് കൊടുത്ത് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ഉപ്പാവിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കൽ തുടങ്ങും. പിന്നെ ആകെ ഞെരുവിരി കൊള്ളലായിരിക്കും. ആര് മുമ്പെത്തും എന്ന് ഓർത്തിട്ട്. അപ്പത്തേക്കും കുട്ടിയമ്മായി നമ്മുടെ സഹപാഠികളിൽ ആരെങ്കിലുമൊക്കെ പോയിട്ട് സഹായിക്കാനായിട്ട് ചെല്ലു. ഈ ബക്കറ്റും പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവന്നത് കുട്ടിയമ്മായിയാണ് കേട്ടോ. അപ്പൊ ഈ സെറ്റ് മുണ്ടിന്റെ കോന്തല ഇങ്ങനെ ഇവിടെ മടക്കി കുത്തി കുട്ടിയമ്മായി പുറകിലൊരു കയ്യും കെട്ടി ഒരു വരവുണ്ട്. ഇങ്ങനെ വന്ന് കുൾമക്കളെ എന്നാന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു കാലം. അതൊരു വല്ലാത്ത നൊസ്റ്റാൾജിയാണ് ഈ കമ്പപ്പൊടിയുടെ ഉപ്പുമാവിന്. ഇന്നാ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത മണമായിരുന്നു. അതിന് ചേർക്കണ എന്തിന്റെ പ്രത്യേകതയാണെന്നറിയില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഞാനിത് ആവി ഏറ്റി വെച്ചേക്കണതാണ്. അതിനകത്ത് ഞാൻ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. പക്ഷെ ഞാൻ ഒന്നും ചേർക്കാതെ അന്നത്തെ പോലെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇച്ചിരി കടുകും ഉണക്കമുളകും കറിവേപ്പില സവാള ഇട്ടപ്പോൾ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് അടുപ്പ് കത്തിച്ചു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കടല ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം, ഉഴുന്ന് ചേർക്കാം, എല്ലാം ചേർക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നും ചേർക്കണില്ല. ഇതിലെല്ലാം ഉള്ളൊരു രസമുണ്ട്. ലാസ്റ്റ് ഉപ്പുമാവ് മേടിക്കാനായിട്ട് പാത്രം ഉണ്ടാവാറില്ല മിക്കവാറും. പാത്രം എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ വളർന്ന സ്ഥലങ്ങൾ മലയോരാണല്ലോ. അപ്പൊ മലയോരായതുകൊണ്ട് തോടും കാടും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തീറ്റയും കഴിഞ്ഞുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ചോറും പാത്രം ഇങ്ങനെ മുന്നിലേക്ക് വീക്കി കഴിഞ്ഞ് അത് കൈ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പാത്രത്തിന്റെ വഴിക്കവും. വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല പെടയും കിട്ടും. ഈ കുളവാഴകൾ ഉണ്ട്, അതിന്റെ ഇടയിലേക്ക് ഇത് പോകും. ഭയങ്കര വെള്ളമായിരിക്കും. എന്നിട്ട് ഈ ഉച്ചയ്ക്ക് ചോറ് തീറ്റയും കഴിഞ്ഞുകൊണ്ട് പാത്രം കഴുകാനെന്നും പറഞ്ഞുകൊണ്ട് പോണത് ഈ തോട്ടിൽ കളിക്കാനാണ്. എന്നിട്ട് പാത്രം അങ്ങോട്ട് വീക്കി പാത്രത്തിന്റെ വഴിക്ക് പോവും. എന്നിട്ട് വീട്ടിൽ ചെന്ന് അടിയും മേടിച്ച് നമ്മൾ പോരുമായിരുന്നു. അത് കഴിയുമ്പോൾ ഈ ഉപ്പുമാവ് വാങ്ങിക്കണത് ഒരു സീക്രട്ട് ഒരു ഇതിലായിരിക്കും. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടോ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ്. പക്ഷെ ഇത് ശരിക്കും വേറെ എന്തോ ഓയിലാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയണേ. എന്നുവെച്ചാൽ ആ ഓയിലിന്റെ ഒരു മണം കൂടി എന്തോ ഓയിലാന്ന് എനിക്കറിയില്ല. പാം ഓയിലാണോ എന്തോ ഓയിലാന്ന് അറിയില്ല കേട്ടോ. ആ ഓയിലിന്റെ പ്രത്യേകതയുടെ ഒരു ഇതും കൂടി ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത് എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളൂ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ ഞാൻ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ കടുക് ഇട്ടു. മെയിൻ ഇൻഗ്രീഡിയന്റ് വറ്റൽമുളകാണ്. പച്ചമുളകൊന്നും അന്ന് ഇടില്ല. ഇത്രയും പച്ചമുളക് സവാള ഇടാനൊന്നുള്ള ഇത്രയും കുട്ടികൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ അതിനുള്ളതൊന്നും ഉണ്ടാവില്ല. ഇച്ചിരിയൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാ സാധനങ്ങളും. അപ്പൊ അതിലേക്ക് വറ്റൽമുളക്, സിമ്പിൾ ഡിഷാണ്. ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു ഡിഷുമാണ്. ഇതേ കറിവേപ്പില സവാളയും കൂടെ ഞാൻ ഇടാണ്. ഇഞ്ചി പോലും ഇടുന്നില്ല. അന്നൊന്നും ഇഞ്ചി പോലും ഇടാറില്ല കേട്ടോ.
വീഡിയോ ഒന്നും കിട്ടിയതായിട്ട് പോലും നമ്മൾ ഓർക്കണില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് കുട്ടിയമ്മായിനെ ഓർക്കാതിരിക്കാനും പറ്റില്ല. കുട്ടിയമ്മായിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ കുമ്പിടാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കാലത്ത് അന്നം തന്നത് കുട്ടിയമ്മായിയാണ്. കാര്യം നമുക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ വകയായിട്ട് കിട്ടണതാണെങ്കിൽ പോലും അത് വെച്ച് വിളമ്പി തരാനുള്ളൊരു എന്താ സ്നേഹത്തോടു കൂടി തന്ന ഒരാളാണ് കേട്ടോ കുട്ടിയമ്മായി. അപ്പം നമുക്ക് ഈ നേരത്ത് കുട്ടിയമ്മായിനെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം. അപ്പം ഇതൊന്ന് വാടി, ഇത്രയൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും ഉണ്ട്, ഏതെങ്കിലും വഴി കൂടെയൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ, അതിനുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പം എന്നാലും നമ്മൾ അതിന് വേണ്ടി എന്നിട്ട് നേരെയായിട്ട് ഓടിച്ചെന്ന് സ്കൂളിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ വരാണ്. വരാന്തയിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തർ നമുക്ക് വിളമ്പി തന്നതും ഒക്കെ ഓർമ്മയിൽ വരാണ്. ഇതിന് മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വേവും എൻ്റെ മുളക് തെറിച്ചു പോയിട്ട് വരണം, സോറി, അതാണ് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വരട്ടെ. മുളകും വാടി എണ്ണയും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കപ്പ് 1.25 കപ്പ് ഇത് ഞാൻ ചെറിയ ഇതായിട്ട് നനച്ച് വെച്ചിട്ട് ആവി കയറ്റിയതാണ്. ആവി കയറ്റി എടുത്തതാണ് അത്. ആഹാ, പക്ഷെ പണ്ടത്തെ മണം മഞ്ഞില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, അന്നത്തെ വിശപ്പിൻ്റെ ആണോ അത് ഈ പൊടിയുടെ പ്രത്യേകതയാണോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ കമ്പപ്പൊടി നൊസ്റ്റാൾജിയ ഉപ്പുമാവ്, അത് എനിക്ക് തോന്നുന്നു അന്നത്തെ പോലത്തെ ഇതൊന്നും കിട്ടണില്ല ആ ഒരു ഇതിന്. ഈ പറഞ്ഞോണ അന്ന് ഉണ്ടാക്കണ ഇൻഗ്രീഡിയൻസിലൊക്കെ എന്തെങ്കിലും ആ ഓയിലിൻ്റെ പ്രത്യേകതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. എന്നാലും മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ നൊസ്റ്റാൾജിയ ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ കളർ നല്ല ഉണ്ടാവും. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ കളറാണ്. ഉപ്പ് പാകമാണ് നോക്കട്ടെ, നോക്കണത് വേണം കാണിച്ചു. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ നമ്മുടെ ചോളത്തിൻ്റെ കമ്പപ്പൊടിയുടെ എന്നാണ് അന്ന് പറയുള്ളൂ, ഇന്നിപ്പോൾ ചോളം കമ്പപ്പൊടിയുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞാൻ അതിനൊരു സീക്രട്ട് കാണിക്കാൻ പോവാണ്. സീക്രട്ട് ഒന്നൊന്നുമല്ല, എല്ലാവരും ചെയ്തേക്കണ കാര്യമൊക്കെയാണ്. എന്നാലും അത് നമുക്ക് ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ. സെർവിങ് ഡിഷാണ് കേട്ടത്, വട്ടയില. അന്ന് പാത്രമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ഓടി പോയി പറിച്ചുകൊണ്ട് വരും. ഒരു വട്ടല പറിച്ച് നിക്കറിന്റെ മൂട്ടിലോ പാവാടയുടെ മൂട്ടിലൊക്കെ തുടച്ച്, അല്ലാണ്ട് വെള്ളത്തിൽ കഴുകലൊന്നും. ഇപ്പം ഞാൻ വെള്ളത്തിൽ കഴുകിയതുണ്ട് കേട്ടോ. ഒക്കെ കഴുകി കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനകത്താണ് ഉപ്പുമാവ് വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു ഒരു സമയത്ത്, പാത്രമൊക്കെ പോയിട്ട്. അപ്പം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടിയമ്മയുടെ ഉപ്പുമാവും ഒരു കട്ടൻ ചായയും ഇന്നത്തെ ഡിഷ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.